വിഷയാധിഷ്ഠിത ചർച്ച എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അവതരിപ്പിക്കുക എന്നതിനെ ആ വാക്ക് സൂചിപ്പിക്കുന്നത്. പക്ഷെ ദീപികയുടെ കാര്യത്തിൽ പലപ്പോഴും വിഷയാധിഷ്ഠിതം എന്നുള്ളത് വ്യക്തി അധിഷ്ഠിതം എന്നതിലേക്ക് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. ദീപികയുമായി ബന്ധപ്പെട്ട പലരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതും ഈ പത്രത്തിന്റെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഇതിന്റെ സൂചനയാണ്. ഇത്തരം സമീപനങ്ങൾ തീർച്ചയായും യഥാർത്ഥ വിഷയത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. കഴിഞ്ഞുപോയ നാളുകളിൽ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ദീപികയിൽ വന്ന എഡിറ്റോറിയലുകളിലെ ചിലത് ഈ പശ്ചാത്തലത്തിൽ വിശകലനം ചെയ്യുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു. 2025 നവംബർ 30 എഡിറ്റോറിയൽ കരിനിയമത്തിന്റെ മുഖംമൂടി അഴിച്ചവർ മുനമ്പത്തെ പന്തലഴിക്കുന്നു എന്നാണ് അതിന്റെ ടൈറ്റിൽ. മുനമ്പം സമരം അവസാനിപ്പിക്കുന്ന ദിവസം എഴുതിയ ഈ എഡിറ്റോറിയൽ ദീപിക ഒരു കോൺഗ്രസ് പത്രമാണ് എന്ന് ആക്ഷേപിക്കുന്നവർ വായിച്ചിരിക്കേണ്ടതാണ്. 1954 പാസാക്കിയ വഖഫ് നിയമം 1995 കോൺഗ്രസ് സർക്കാർ ഭേദഗതി വരുത്തിയതിനെക്കുറിച്ച് ഈ എഡിറ്റോറിയൽ പറയുന്നുണ്ട്. അതനുസരിച്ച് 40-ാം അനുച്ഛേദ പ്രകാരം ഏതെങ്കിലും സ്വത്ത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് വഖഫ് ബോർഡ് കരുതിയാൽ നിലവിലുള്ള ഏത് രജിസ്ട്രേഷൻ ആക്ടിനെയും മറികടന്ന് അവർക്ക് സ്വന്തമാക്കാം. ഇതുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർ സമീപിക്കേണ്ടത് വഖഫ് ട്രൈബ്യൂണലുകളെയാണ്. മുനമ്പത്തുകാർക്കൊപ്പം എന്ന് തെറ്റിദ്ധരിപ്പിച്ച് LDFും UDFും യഥാർത്ഥത്തിൽ വഖഫ് ബോർഡിനൊപ്പം വേട്ടയിലായിരുന്നു എന്ന കാര്യം ഈ എഡിറ്റോറിയൽ വ്യക്തമാക്കുന്നുണ്ട്. അവർ നിയമസഭയിലും പാർലമെന്റിലും നിലവിലുണ്ടായിരുന്ന വഖഫ് നിയമത്തിന് വേണ്ടി വിയർപ്പൊഴുക്കി. വഖഫ് നിയമത്തിലെ കയ്യേറ്റ വകുപ്പുകൾ ഉൾപ്പെടെ റദ്ദാക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതിയെ LDFും UDFും എതിർക്കുകയും ചെയ്തു. കയ്യേറ്റ വകുപ്പുകൾ ഒഴിവാക്കാൻ അവർ സമ്മതിച്ചില്ലെങ്കിലും BJP സർക്കാർ ഭേദഗതി പാസാക്കി. ഈ ഭേദഗതിയിൽ മുനമ്പം പ്രശ്നത്തിനുള്ള പരിഹാരമോ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമോ ഇല്ലായിരുന്നെങ്കിലും വഖഫ് നിയമത്തിൽ വരുത്തിയ ഭേദഗതി NDA ഭരണത്തിന്റെ മതേതര സംഭാവനയായി തന്നെ വിലയിരുത്തപ്പെടും എന്ന കാര്യം ഈ എഡിറ്റോറിയൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ എഡിറ്റോറിയലിൽ വാസ്തവത്തിൽ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട LDFന്റെയും UDFന്റെയും പൊള്ളത്തരങ്ങൾ തുറന്നുകാട്ടുകയാണ് ദീപിക ചെയ്യുന്നത്. വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്തിയ NDA ഗവൺമെന്റിനെ ഈ എഡിറ്റോറിയൽ അഭിനന്ദിക്കുന്നുണ്ട്. ഇനി 2026 ജനുവരി 31 എഡിറ്റോറിയൽ ഇതാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ആവശ്യമുണ്ടോ എന്നാണ് അതിന്റെ ടൈറ്റിൽ. അഫ്ഗാനിസ്ഥാനിൽ ചാതുർവർണ്ണീയ വ്യവസ്ഥയും അടിമത്വവും പുനഃസ്ഥാപിച്ചത് ഈ എഡിറ്റോറിയൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പരിമിതിയെക്കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. തീവ്രവാദത്തെ എതിർത്താൽ മുസ്ലിം വോട്ട് നഷ്ടപ്പെടുമോ എന്ന ആ സമുദായത്തെ വില കുറച്ച് കാണുന്ന വികല രാഷ്ട്രീയമാണ് കോൺഗ്രസും CPMും ഉൾപ്പെടെയുള്ള പാർട്ടികൾ തീവ്രവാദത്തെ എതിർക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതെന്ന വസ്തുത എഡിറ്റോറിയൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മതരാഷ്ട്രവാദം അവർ ഉപേക്ഷിച്ചുവെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ജമാഅത്ത് ഇസ്ലാമിയെയും അതിന്റെ രാഷ്ട്രീയ ദളമായ വെൽഫെയർ പാർട്ടിയെയും ചേർത്ത് നിർത്തി തെറ്റിദ്ധാരണ പരത്തുന്ന കാര്യവും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിക തീവ്രവാദത്തെയും അതുവഴി ഹിന്ദുത്വ വർഗീയതയും പോഷിപ്പിച്ചതിൽ ഇന്ത്യയിലെ മതേതര പാരമ്പര്യം അവകാശപ്പെടുന്ന ഇടത് വലത് മുന്നണികളുടെ പങ്കിനെക്കുറിച്ചും ഈ എഡിറ്റോറിയൽ പറയുന്നു. ഇനി 2026 ഫെബ്രുവരി 26 എഡിറ്റോറിയൽ ഈ ദൈവരാജ്യവും രാമരാജ്യവും നിങ്ങൾ ഉദ്ദേശിച്ചതല്ല എന്നതാണ് അതിന്റെ ടൈറ്റിൽ. വർഗീയതയെ തള്ളിപ്പറയാൻ കഴിയാത്ത കോൺഗ്രസിന്റെ ആത്മവിശ്വാസമില്ലായ്മയാണ് ഈ എഡിറ്റോറിയൽ ചൂണ്ടിക്കാണിക്കുന്നത്. ക്രൈസ്തവനായ ഒരു കോൺഗ്രസ്സുകാരൻ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിലെ അങ്ങയുടെ രാജ്യം വരയണമേ എന്ന ഭാഗം ഇസ്ലാമിക രാഷ്ട്രക്കാരുടെ രാജ്യവുമായി താരതമ്യം ചെയ്തതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇസ്ലാമിക് മതരാഷ്ട്രവാദത്തെ വെള്ളപൂശാനുള്ള കോൺഗ്രസിന്റെ ശ്രമത്തെ ഈ എഡിറ്റോറിയൽ ശക്തമായി വിമർശിക്കുന്നു. നിലവിലെ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഫാസിസ്റ്റ് നിലപാടുകൾക്കെതിരായ ദീപിക പത്രം തൂലിക ചലിപ്പിച്ചപ്പോൾ അതിനെ അന്ധമായി ആക്ഷേപിക്കുകയും ഇതൊരു കോൺഗ്രസ് പത്രമാണ് എന്ന് ആരോപിക്കുകയും ചെയ്തവർ തീർച്ചയായും ഈ എഡിറ്റോറിയലുകളെ വിശകലനം ചെയ്യേണ്ടതാണ്. എല്ലാ തരത്തിലുമുള്ള വർഗീയതകൾക്കെതിരായി ശക്തമായി പ്രതികരിക്കുന്ന ദീപികയിലൂടെ വാസ്തവത്തിൽ കാലഘട്ടത്തിന്റെ ശബ്ദമാണ് മുഴങ്ങിക്കേൾക്കുന്നത്. 2011 മുതൽ ഇങ്ങോട്ട് കേരളത്തിന്റെ മലയോര മേഖലകളിൽ വളരെയധികം അസ്വസ്ഥത സൃഷ്ടിച്ച ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളിലെ അപകടകരമായ വശങ്ങളെ ചൂണ്ടിക്കാണിച്ച ഒരേയൊരു പത്രം ദീപികയായിരുന്നു. അന്ന് കേന്ദ്രവും കേരളവും ഭരിച്ചിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണികളായിരുന്നു. ഈ കോൺഗ്രസ് ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന കർഷക വിരുദ്ധതയ്ക്കെതിരെ ശക്തമായി നിരന്തരം ആഞ്ഞടിച്ച പത്രം ദീപികയായിരുന്നു എന്ന വസ്തുത ആർക്ക് നിഷേധിക്കാൻ സാധിക്കും? അതിനാൽ ദീപിക ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വാലായി ചുരുട്ടിക്കെട്ടാൻ ആർക്കും സാധിക്കില്ല. രാഷ്ട്രീയമാരുടെയും കുത്തകയൊന്നുമല്ല. രാഷ്ട്ര നിർമ്മിതിയിൽ മനസാക്ഷി രൂപീകരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കത്തോലിക്ക സഭ എപ്പോഴും ശ്രദ്ധാലുവാണ്. അതിന്റെ ഭാഗമാണ് 140 വർഷത്തെ പാരമ്പര്യമുള്ള ദീപിക. ഈ പത്രം ഓരോ കത്തോലിക്കനും അഭിമാനത്തോടെ നോക്കിക്കാണേണ്ടതാണ്. ദീപികയുടെ കഴിഞ്ഞകാല പ്രതിസന്ധികളെക്കുറിച്ച് ചർച്ച നടത്തുകയും അതേസമയം നിലവിലെ അപകടകരമായ രാഷ്ട്രീയ സാഹചര്യം കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്യുന്നവർ ഒട്ടകപക്ഷിയെ പോലെ മണലിൽ തലപൂഴ്ത്തിയിരിക്കുന്നവരാണ്. ഇത്തരക്കാർ പൊതുസമൂഹത്തോട് വലിയ അപരാധമാണ് ചെയ്യുന്നത്. FCRA മാത്രമല്ല മറ്റു പല പ്രശ്നങ്ങളും സമൂഹം നേരിട്ടിട്ടുണ്ട്. അനേകരെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ ഒരു പത്രം ഉള്ളതുകൊണ്ടാണ് പൊതുസമൂഹത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തിക്കാൻ സഭയ്ക്ക് സാധിക്കുന്നത്. രാജ്യവും സംസ്ഥാനവും അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ വിഷയങ്ങളെ ചൂണ്ടിക്കാണിക്കുക എന്നത് ഒരു പത്രത്തിന്റെ ധർമ്മമാണ്. ദീപിക അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റിൽ ചർച്ച പോലും ചെയ്യാതെ പാസാക്കിയെടുക്കാൻ ഉദ്ദേശിച്ച FCRA ബിൽ തൽക്കാലത്തേക്ക് മാറ്റിവെക്കാനും ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്യാനും കേന്ദ്ര സർക്കാർ സന്നദ്ധരായത് ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളുടെ വിജയമാണ്.
FCRA ഒറ്റപ്പെട്ട ഒരു വിഷയമല്ല. ഇതുപോലെ ഭരണകൂടത്തിന്റെ തെറ്റുകളെ ഒരു പത്രം ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ അന്ധമായി എതിർക്കാൻ രാഷ്ട്രീയ തിമിരം ബാധിച്ചവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. രാഷ്ട്രീയം എന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയോടോ വ്യക്തിയോടോ ഉള്ള അടിമത്തമല്ലെന്ന് സമകാലിക സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മലയാള ഭാഷയിലെ ഏറെ ചിരപരിചിതമായ ഒരു ചൊല്ല് ഈ സാഹചര്യത്തിൽ പ്രസക്തമാണ്. ഉറങ്ങുന്നവരെ ഉണർത്താനാകും, ഉറക്കം നടിക്കുന്നവരെയോ